ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പം നമ്മളുടെ ബേബിനുള്ള ഫൈനൽ പാർട്ടിലേക്ക് വന്നേക്കുവാണ്. സോ നമ്മുടെ വോളിയം ഒക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. സോ ഭയങ്കര വോളിയം കാരണം ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് നല്ല വോളിയം ഉണ്ട്. അത് കുഴപ്പമില്ല. ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ടാണ് കളിക്കുന്നത്. കാരണം എന്താണ് ആഡ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ എവിടെ എന്ത് ചെയ്തോ അവിടെ വെച്ചാണ് തുടങ്ങുന്ന സംഭവം. നമ്മുടെ ഫൈനൽ പാർട്ടാണ്. ഇതിന് ശേഷം ഇനി വരാനുണ്ട്. നമ്മളെ മൊബൈൽ വെർഷനിൽ ഇറങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു. 2 ഇറങ്ങിയിട്ടുണ്ട്. 2 എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു. അല്ലാതെ പി സിയിലൊക്കെ കളിക്കാൻ പറ്റാൻ തോന്നുന്നു. 2 എനിക്കറിയില്ല. സോ നമുക്ക് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇത് നമുക്ക് എടുക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, അത് നമുക്ക് ഫൈനൽ പോർഷൻ റെസിപ്പി കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ പർപ്പിളും ആ ഗ്രീനും കൂടി ചേർത്ത് നമുക്ക് ഫൈനൽ പോർഷൻ ഉണ്ടാക്കാം. എടാ അത് നമ്മൾ ന്യൂട്ട് ആവാനില്ലേ? സോ ഇപ്രാവശ്യം നല്ല ചേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ എടാ ചെറിയൊരു ലാഗ് ഉണ്ട് കേട്ടോ. ഇത് നമുക്കിതൊന്ന് വെച്ചിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് സെറ്റാക്കാൻ നോക്കാം. എന്നുണ്ടോ ചെറിയൊരു ലാഗ് ഉണ്ട്. ഓക്കെ, അത് നമ്മളുടെ ഇത് കാണിക്കുവാണ്. സോ ഇതും കൂടി നമുക്ക് സെറ്റാക്കി. എനിക്ക് ഇതാണ് ലാസ്റ്റ് പോർഷൻ തോന്നുന്നു. എടാ നമ്മളെ ന്യൂട്ട് ഇവിടെ നിന്ന് ലവിൻ്റെ സിമ്പിളൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഇത് ഒരു നീല കളർ എനിക്ക് തോന്നുന്നു. ഇതാണ് ബ്രൂത പോർഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണെന്ന് തോന്നുന്നു. ഇതായിരിക്കും. ഓക്കെ, സോ ഈ സാധനം ഇവിടെ എത്തട്ടെ. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുകൊണ്ട് സെറ്റാക്കാൻ തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മളെ ലാഗൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. സോ ഇനി സീനില്ല. ഇനി നമുക്ക് ഈ സംഭവം എടുത്തിട്ടേ നമുക്ക് ബേബി കൊടുക്കണം. ഇത് ചെറുതാവുന്ന പോർഷനാണ്. സോ ഇതാണോ ഫൈനൽ പോർഷൻ? എനിക്കറിയില്ല. ഇതാണോ ഫൈനൽ പോർഷൻ എനിക്കറിയില്ല. നമുക്ക് വേറെ നോക്കിയാൽ അല്ലെങ്കിൽ ഇത് നമുക്ക് ബേബിക്ക് കൊടുത്തു നോക്കാം. സംഭവം എന്തെന്ന് അറിയണ്ടേ. സോ ബേബിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബേബി ചെറുതായി, അത്രേ ഉള്ളൂ. ഇതാണ് ഫൈനൽ പൊസിഷൻ. അല്ല ഗൈസ്, ഇതല്ല ഫൈനൽ പൊസിഷൻ. എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ബ്ലൂവും ഈ ഒരു പർപ്പിളും കൂടി വെച്ച് നോക്കാം. സോ പുതിയ എന്തെങ്കിലും ഉണ്ടാവും. സോ ശരി, യെല്ലോ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് സാധനമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. കാരണം യെല്ലോ, അതായത് ബേബിയുടെ കളറാണ്. ബേബി യെല്ലോ, ആ യെല്ലോയുടെ കളറാണിത്. യെസ് ഗൈസ്, അതാണ് നമ്മുടെ ടോപ്പിൽ ഇതാ വന്നിട്ടുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ വന്നിട്ടുണ്ട്. ഇതൊന്ന് കത്തുന്നു. ഇതെല്ലാം കത്തുന്നു ഗൈസ്. എടാ ഇതെന്തോ സംഭവം, ഇതെന്തോ സീനാണ് കേട്ടോ. സോ ഫൈൻഡ് എ വേ അപ്സ്റ്റേഴ്സ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവനെ ഇവിടെ എവിടെയെങ്കിലും ഇടണം. എനിക്കറിയില്ല എന്ത് സംഭവം. ഇല്ല ഇവനാണ്. സോ ഗൈസ്, എനിക്ക് തോന്നുന്നേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. നമ്മൾ ഇവിടെ മേലോട്ടൊരു വഴി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. സോ എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയെങ്കിലും എനിക്ക് തോന്നുന്നത് ഈ ചെടി കണ്ടില്ലേ, ഈ ചെടി കത്തും. കാരണം നേരത്തെ നമ്മൾ കണ്ട പോലെ ചെടി കത്തും. സോ അവനെ വിട്ടിട്ട് നമ്മൾ ചെടി കത്തിക്കുന്നതാണ്. ഇവിടുത്തെ മൊത്തം കത്തിപ്പോയാൽ നമ്മൾ കത്തിക്കണം, മനസ്സിലായോ? അതിൻ്റെ ബേബിയുടെ ചിഹ്നം വയ്ക്കണം. മറ്റേ ഞാൻ കാണിച്ചു തരാം. ഇത് ശരിയാവും ആണ്. ശരിയാ, ശരി. സോ ഇവൻ നമുക്ക് ഇച്ചിരി ദൂരെ ഇടാം. മിക്കവാറും ചേസ് അങ്ങനെ ചെയ്ത് വരുവാണെങ്കിൽ പണി അപ്പം പാളും. ഓപ്പൺ ചെയ്യും. സോ ഗൈസ്, അപ്പം നമ്മളുടെ ബേബിയുടെ ഫൈനൽ പാർട്ടാണ്. നിങ്ങളെ ലൈക്ക് ചെയ്യുക. പിന്നെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക ഗൈസ്. നിങ്ങൾക്ക് പുതിയ ഇതേപോലെ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സീനെ ഇപ്പം ഞാനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഡോറ് തുറന്ന് പുറത്തോട്ട് പോകണം. പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് താഴോട്ട് നമ്മൾ ഓടേണ്ടി വരും. നോക്കാം. സോ നമ്മുടെ എന്ത് ഉദ്ദേശിച്ചു ഞാൻ വായിച്ചില്ല. ഗൈറോസ്പിയറോ അതോ അങ്ങനെ എന്താന്ന് തോന്നും. എടാ ബേബിയെ കൊണ്ട് വലിയ ശല്യമല്ലോ. എടാ ന്യൂട്ടൊക്കെ പേടിച്ചു. എനിക്ക് തോന്നി ഈ സാധനം എടുത്തുകൊണ്ട് നമ്മൾ പോകണം. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതാണ് ചെയ്തത്. സോ ഇത് തന്നെയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ അറിയാം.
ഇതാണ്ട് തന്നെ ഇട്ടോ എൻ്റെ ചേർത്തിട്ടോ ഒരേ ഷർട്ട് ഇവനെ ഇനി ഇവിടെ ഇട്ടിരുന്നാൽ പോരെ. അവിടെ ഇതിട്ട് പുതിയ വഴിയടാ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ലോക്കടന്ന് കാണിച്ചിരുന്നില്ല. അതെല്ലാം നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ അടുത്ത പാർട്ടുകളിൽ മിക്കവാറും എല്ലാം അൺലോക്ക് ആകും കേട്ടോ. സോ ഇത് അൺലോക്ക് ഇടൊന്നും സംഭവിച്ചില്ല എനിക്ക് തോന്നുന്നേ. ഇവിടെ എന്തോ സാധനമുണ്ട്, ഇവിടെ എന്തോ ഇതുണ്ട്. എടാ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. സോ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ മറ്റേത് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, എന്തുകൊണ്ട് അവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അതും കൂടി യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ട്രൈ തന്നെ ഇത്രയും സെറ്റാക്കിയെങ്കിൽ. ഓക്കെ എടാ, ഒരു കട്ട് സീനാണ്. ബേബി സോ ഈ ബേബി ശരിക്കും ഒരു പവർഫുൾ ക്യാരക്ടറാണ് കേട്ടോ. കാരണം എനിക്കൊന്ന് ഭയങ്കര പവർഫുള്ളാണ് ഇവൻ. അതായത് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു സംഭവങ്ങളെല്ലാം ഇവൻ തന്നെ ഉണ്ടാക്കി. വേറെ എന്തോ എനിക്കറിയില്ല ഇവൻ ആരാണ് സംഭവം എന്ന്. എനിക്ക് കഥ ഫുൾ അറിയില്ല. അതായത് എനിക്ക് ചെറുതായിട്ടറിയാം ഇവൻ ഇങ്ങനെ ആയതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എന്തോ എക്സ്പീരിമെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇവൻ ഇങ്ങനെ ആയതാണെന്ന് തോന്നുന്നു. എടാ സോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും ഫുൾ സ്റ്റോറിയൊക്കെ അറിഞ്ഞാൽ നമുക്കിതൊക്കെ സെറ്റാക്കാൻ പറ്റും. ഞാനിപ്പോൾ എന്ത് ചെയ്യണം എനിക്കറിയത്തില്ല. ഞാൻ എങ്ങോട്ട് ഓടണമെന്ന് ചത്ത്. നല്ല ജംസ്കർ ഉണ്ടായിരുന്നു, എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്ത് പറയണമെന്നില്ല അറിയില്ല. എങ്ങോട്ടാടാ എടാ, ചത്ത് ഇത് ഇച്ചിരി കൂടുതലാണ്. ഇതിപ്പം മിക്കവാറും നമ്മൾ അടുത്ത ചാവലും കൂടി ചാവേണ്ടി വരും. പക്ഷെ എനിക്ക് സ്ഥലം മനസ്സിലായിട്ടില്ല. എടാ സ്ഥലം ഏതാടാ? അയ്യോ ഗൈറോസ്ഫിയർ. എൻ്റെ പിന്നെ ഭയങ്കര സൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ട്, ഒന്നും പറയില്ല. നല്ല സൗണ്ട് ഉണ്ട്. എനിക്കിപ്പം മനസ്സിലായി, സംഭവം എല്ലാം മനസ്സിലുണ്ട്. ചവല് പോ. എടാ ചേസ് എന്ന് വെച്ചാൽ ചേസ് എൻ്റെ പൊന്നെ. രക്ഷട്ട് ഇനി വേറെന്തോ. എടാ നല്ല അവൻ കഥ വീട് എന്നാലും തട്ടുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇതെടുത്ത് നമ്മൾ അവിടെ വെക്കണം. എടാ ഇത് ഏകദേശം സിമ്പിളാണ് കേട്ടോ സാധനങ്ങളെല്ലാം. ഓക്കെ, തട്ടുന്ന നിർത്തും മോനെ. ഇനിയിപ്പോൾ വേണം. എടാ ന്യൂട്ടനെ എടുത്തോണ്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. എടാ ഇപ്പം ഇതിനെ മണ്ടയ്ക്ക് വരണം. അപ്പം ഞാനെന്ത് ചെയ്യണം? ബൂസ്റ്റ്. ഓക്കെ. എടാ ഇവൻ്റെ മണ്ടയ്ക്ക് നമ്മൾ മേളിലെത്തും. എടാ ഇതാരാടാ ഇത്? സോ നമുക്ക് മറ്റേ കോർ ചെയ്യാൻ പറ്റില്ല, അത് ഫെയിൽ ആയി പോയി. സോ നമ്മൾ ഇനി അവിടെ ഇവിടുന്ന് താഴോട്ടിറങ്ങിയാലേ സീനാവോ വയസ്സ്, അതെനിക്കൊരു ഡൗട്ടുണ്ട്. അത് അടച്ചേക്കുവാണ്. സോ നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. വല്ല സീനും എല്ലാം ആവും, എനിക്കൊരു ഡൗട്ട്. നമ്മൾ ഇതിലേ കൂടിയാണ് ഇറങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. ഇല്ല ഇതിലേ കൂടി ഒന്നും ഇറങ്ങാൻ പറ്റില്ല. ഞാൻ പിന്നെ ഇതിലേ കൂടി ഓക്കെ ഇതിലേ കൂടി ഇറങ്ങണം. പക്ഷെ ഇവിടെ നമ്മളവിടെ ഇറങ്ങണ്ടേ? ഇത് ലോക്ക്ഡ് ആണ്. എടാ ഇങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ. എടാ ഇത് എടാ ഇനി നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ബാക്കിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടോ, ആ സ്ഥലം ലിഫ്റ്റിലോട്ട് പോകാനുള്ള എല്ലാം ഇനി അടുത്ത പാർട്ടിലേ വരത്തുള്ളൂ. സോ നിങ്ങൾ അടുത്ത പാർട്ട് വരാണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ദെൻ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ദെൻ സബും കൂടി ചെയ്ത് വെച്ചേക്കുക. എൻ്റെ ചാനൽ സബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ പറ്റും. സോ എല്ലാവരും സബ് ചെയ്യുക. നമ്മളെ റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സാണ്. അത്രേ എത്തിയിട്ടുള്ളൂ ഗൈസ് നമ്മൾ. ഇനിയും നമുക്ക് ഒത്തിരി ചെയ്യാനുണ്ട്. സോ നമ്മൾ ഈ ഇത് തുടങ്ങിയിട്ട് ഏകദേശം 2 months ആയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എനിക്ക് 1 month ആയതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മാർച്ചിലെങ്ങാണ്ട് തുടങ്ങി. അല്ലല്ല 1 ഒന്നല്ലേ, ഏകദേശം 3 months ആയിരുന്നു. 2 ദിവസം 2 month ആയി. ഏകദേശം 2 month ആവുന്നേ ഉള്ളൂ. കാരണം എനിക്ക് 24-ാം തീയതിയോ അപ്പോഴും കണ്ടാണ് ഞാൻ തുടങ്ങിയത്. 27 കഴിഞ്ഞ്. ഓക്കെ അടാ ചേസ് ന്യൂട്ടൻ കൊണ്ട് കാണിച്ചേ. എനിക്കറിയില്ല. എടാ എനിക്കൊന്നും മനസ്സിലായില്ല, ഇതിപ്പോൾ എങ്ങോട്ടാ പോണ്ടേ? അതത്രയ്ക്ക് ജംസ്കറില്ല. ഞാൻ പ്രതീക്ഷിച്ച് എന്തായാലും വന്ന് പിടിക്കുമെന്ന്. എടാ ഇത് ന്യൂട്ടന് കൊടുക്കണമെന്ന് കൊടുത്തു. എടാ ന്യൂട്ട ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ന്യൂട്ട് ബൂസ്റ്റർ ഇട്ടാ പോകുന്നത്. ഓക്കെ ചവല്. അയ്യോ എടാ ഇത് ചത്ത്. എടാ എന്ത് കഷ്ടമാടാ ഇത്. ഓക്കെ ഈ പ്രാവശ്യം നമ്മളെല്ലാം കറക്റ്റാ.
അടിച്ചു 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 ഓടിക്കോ 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 പവർ 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 അത്രയാണ് നമ്മൾ ഫുള്ള് സ്പീഡിലാണ് ഓടുന്നത്. ആ പോട്ടെ പോട്ടെ പോട്ടെ. ഓ എടാ അതറിയാതെ ഓ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. നമ്മൾ രക്ഷപ്പെട്ടു. ഏകദേശം ഇന്ത്യ എത്താറായെന്ന് തോന്നുന്നു. നല്ല കേസ് എന്ന് വെച്ചാൽ ഇന്റൻസ് കേസ് ഒന്നും പറയില്ല, ഭയങ്കര കേസാണ്. നമ്മളെ ന്യൂട്ടല്ലേ കേസ് അവിടെ കിടക്കുന്നത്. ന്യൂട്ടാണ് കേസ്. അവനെന്താ പറ്റിയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അവിടെ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ അവിടെ കൊണ്ട് വെക്കണം. അവിടെ പാത എന്തോ നീണ്ടിരുന്നുണ്ട് കേട്ടോ. ഗൈസ് നിങ്ങൾ ഈ ഗെയിം പ്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗെയിം സത്യം പറയില്ല, ഞാൻ ചത്ത് ഇതിലേക്കൂടി എടാ കുഴപ്പമില്ല, അവനവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചടിച്ചിട്ട് പെട്ടെന്നിട്ട് ന്യൂട്ട് സത്യം പറയാൻ നമുക്ക് ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ തന്നെ ഒന്ന് മിണ്ടാൻ പറ്റാതെ നിൽക്കുവാണ്, എന്ത് സംഭവിക്കുമെന്ന്. ഇതിപ്പം വലുതായിട്ട് എടാ ന്യൂട്ടിന് എന്താ പറ്റി? ന്യൂട്ട് എനിക്ക് തോന്നുന്നു ന്യൂട്ട് എടാ സ്നൈപ്പറാ ഇതെന്താടാ പൂവോ? എടാ സ്നൈപ്പറോ? നമ്മളെ പിടിച്ചില്ല. എടാ കൊന്ന് രക്ഷപ്പെട്ട്, നമ്മൾ രക്ഷപ്പെട്ട്. എടാ പക്ഷെ ന്യൂട്ട് ചത്തറാ. ന്യൂട്ട് ഈസ് ഗോൺ ഗൈസ്. എടാ നമുക്ക് ഇത്രയും നന്നായിട്ട് എടാ ലവിനൊക്കെ എടാ നമ്മളെ ന്യൂട്ട് പോയി ഗൈസ്. സത്യം പറഞ്ഞാൽ അതൊരു ഇതായിപ്പോയി കേട്ടോ. നമ്മളുടെ ന്യൂട്ട് എന്താ ഡെഡ് ആവണ്ടായിരുന്നു ഗൈസ്. കാരണം നമ്മളെ ന്യൂട്ട് നമ്മളുടെ കൂടെ വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മളുടെ സംഭവങ്ങളെല്ലാം എൻ്റെ ആയിട്ടുണ്ട്. സോ നമ്മൾക്കിനി എനിക്ക് തോന്നുന്നു തിരിച്ച് താഴെ ന്യൂട്ടിനെ ജീവൻ വയ്ക്കാൻ ഗൈസ്. ഇപ്പം എടാ എന്തൊക്കെടാ എനിക്ക് എൻ്റെ ആയിട്ടില്ല എന്തോ ഒരു കാര്യം കൂടെ ഉണ്ട്. ബട്ട് ന്യൂട്ട് എനിക്ക് തോന്നുന്നു ന്യൂട്ടിനെ നമുക്ക് ഇനി ജീവൻ വയ്ക്കാൻ പറ്റും ഗൈസ്. എങ്ങനെയെങ്കിലും നമുക്ക് ജീവൻ വെപ്പിക്കണം. എടാ ആ ബോൾ എനിക്ക് തോന്നുന്നു ആ ബോൾ ഇടണം. ക്യൂരിയോസിറ്റിന്ന് മേലെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ബോൾ നമ്മൾ പിന്നെ എടുക്കണം. ന്യൂട്ട് അവിടെ കിടന്നേ എടാ എനിക്ക്. പക്ഷെ ന്യൂട്ടിൻ്റെ ഒരു കാര്യം അത്ര ഇതായി കേട്ടോ. നമ്മളെ ഗെയിം പ്ലേ തീർന്നുണ്ട്. നമ്മളുടെ ഗൂഗിളിനകത്ത് വന്നിട്ടുണ്ട് ETU ന്യൂട്ട്. ETTU ന്യൂട്ട് അതെന്തോ പക്ഷെ എനിക്ക് മനസ്സിലായില്ല. സോ നമ്മളെ ഗൂഗിൾ ഡു നോട്ട് ഓപ്പൺ ആണ് കൊടുത്തേക്കുന്നത്. ഓപ്പൺ ചെയ്താൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ ക്യൂരിയോസിറ്റി കാണിച്ച് നമ്മളപ്പോൾ ഓപ്പൺ ചെയ്യണം. എടാ നമ്മുടെ ഫേസ് കാണാൻ പറ്റും അതിനകത്ത്. എടാ ഇത് വേറെന്തോ എടാ ഇതെന്ത് സംഭവം എനിക്കറിയില്ല. എടാ ഇത് മറ്റേ ബേബിയുടെ ഇല്ല ചിഹ്നമല്ലേ ഇത്? യെസ് ഇതൊരു മറ്റേ ബേബിയുടെ ചിഹ്നമല്ലേ? യെസ് ഇതാണ് അത് തന്നെ എനിക്ക് ബാക്കിലോട്ട് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. കട്ട് സീൻ ആണ് ഞാൻ പറഞ്ഞത്. എടാ ഇതിന് ബേബി എടാ ബേബി ഡെഡ് ആയിട്ടില്ലടാ. ഓടാ 5 ബേബി ഉണ്ട് മൊത്തം. അതായത് ഇപ്പം നമ്മൾ ഒരാളെ കൊന്നിട്ടുള്ളൂ. 6 ബേബിയിൽ 5 ഒരാളെ നമ്മൾ മാത്രമേ കൊന്നിട്ടുള്ളൂ. സോ ഇനിയും 5 പേരുണ്ട്. അതായത് എടാ ഇതാര നോ വൈ ഡിഡ് യു ബ്രിങ് ഹിം ഹിയർ? എടാ ഇതെന്താ സംഭവം മനസ്സിലായില്ല. സോ എടാ നിങ്ങൾക്ക് മനസ്സിലായി 5 എണ്ണവും കൂടി ഇനി ഉണ്ട്. അതായത് 5 എണ്ണവും കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതായത് ബേബി ഫുള്ളായി ഡെഡ് ആവും. സോ നമുക്കിനി 5 പാർട്ടും കൂടി ഉണ്ടെന്ന് അർത്ഥം ഗൈസ്. സോ അപ്പം നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ നിങ്ങളുടെ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. അടുത്ത വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ.